الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه من يؤت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يؤته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം ത്വാഹയിലെ 24, 25, 26 വചനങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമ, കുറ്റവാളിയായിക്കൊണ്ട് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ചെല്ലുന്നവൻ, ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവനുള്ളത് നരകമായിരിക്കും, അതിൽ അവൻ ജീവിക്കുകയില്ല, മരിക്കുകയുമില്ല. വമൻ യുഅ്തിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിശ്വാസിയായ നിലയിൽ ആണ് അള്ളാഹുവിന്റെ അടുക്കൽ ആരെങ്കിലും വരുന്നത് എങ്കിൽ ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവർക്കാണ് അത്യുന്നതമായ പദവികൾ. ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, നിത്യവാസത്തിന്റെ തോട്ടങ്ങൾ സ്വർഗത്തോപ്പുകളാണ് അവർക്ക് നൽകുന്ന ഉന്നതമായ പദവി. അതിന്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്നു, അതിൽ അവർ നിത്യവാസികളായിരിക്കും.
വദാലിക ജസാഉ മൻ തസക്ക, പരിശുദ്ധി നേടിയവർക്കുള്ളതാകുന്നു അത്. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. കുറ്റവാളികളായി റബ്ബിന്റെ അടുക്കൽ എത്താതെ പരിശുദ്ധി നേടിയവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചതമ്പുരാൻ കഴിഞ്ഞു നൽകിയ മഹത്തായ സംസ്കരണത്തിന്റെ നാളുകളാണ് പരിശുദ്ധ റമദാൻ. ഈ വചനം അതിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത്. മനുഷ്യൻ ജന്മനാ കുറ്റങ്ങളോട് താല്പര്യവും വാസനയും ഉള്ളവനാണ്. എന്നാൽ ആ കുറ്റങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മുക്തനാകാനുള്ള നിരവധി അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് അവന് കനിഞ്ഞു നൽകുന്നു. അതിനൊരുപാട് അവസരങ്ങൾ നൽകുന്നു. ആ അവസരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസരമാണ് റമദാൻ എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിനും അവകാശമില്ല. ഇത് ആത്മസംസ്കരണത്തിന്റെ മാസമാണ്, അനുഗ്രഹ വർഷത്തിന്റെ മാസമാണ്, കാരുണ്യ വർഷത്തിന്റെ പ്രവാഹത്തിന്റെ മാസമാണ്. പാപഭംഗിലമായ മനസ്സുകളെ പശ്ചാത്താപം കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും ശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ വിഹായസിലേക്ക് സൽക്കർമ്മങ്ങളുടെ അകമ്പടിയോടെ വിശ്വാസിയെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ധന്യ നാളുകളാണ് റമദാൻ. ആ പരിശുദ്ധ റമദാൻ ഇന്ന് 23ാമത്തെ ദിനമാണ്. പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ റമദാനിലാണ് ഞാൻ എന്ന് ഉറപ്പ് വരുത്തി കഴിവിന്റെ പരമാവധി നന്മകളിൽ മുഴുകാനുള്ള തീവ്ര ശ്രമത്തിലേക്ക് തിരിയാൻ തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്കും റമദാൻ അവസാനിക്കാൻ പോവുകയാണ് എന്നർത്ഥം. 23 ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ സിംഹഭാഗവും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം റമദാന്റെ സത്തയും കാതലും എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസാന 10ന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. അതാണ് 23. ഇത് ഈ വെള്ളിയാഴ്ച, ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര അടുത്തെത്തിയിരിക്കുന്നു റമദാന്റെ തിരിച്ചുപോക്ക്. കലണ്ടറുകളിലൊക്കെ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് കാസർഗോഡ് 21 മിനിറ്റും കൊച്ചി കോഴിക്കോട് പ്രദേശങ്ങളിൽ 20 മിനിറ്റും തിരുവനന്തപുരത്ത് 19 മിനിറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും 15 മിനിറ്റിലധികം അടുത്ത വ്യാഴാഴ്ച അഥവാ നമ്മുടെ നോമ്പിന്റെ 29ന്റെ അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ ആകാശത്തുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് അവസാനത്തെ വെള്ളിയാഴ്ച ആകാമെന്ന്. ആണ് എന്നല്ല ഞാൻ പറയുന്നു ആകാം എന്നേ പറയുന്നു. അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ 6-7 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, റമദാനും നോമ്പും ഇനിയും വരും. ഇപ്പൊ ഈ വന്നത് പോകുന്നത് പോലെ പോകും. പക്ഷേ അന്ന് നമ്മളുണ്ടാകുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും ദിവസം, ഈ 23 ദിവസം പറ്റുന്ന നിലയിൽ നമ്മളൊക്കെ റമദാനെ വരവേറ്റിട്ടുണ്ട്. നോമ്പനുഷ്ഠിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, രാത്രിയിൽ നമസ്കരിച്ചു, സക്കാത്ത് കൊടുത്തും ദാനധർമ്മങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങൾ ഏറെ ചെയ്തു, പ്രാർത്ഥിച്ചും പാപമോചനം തേടി തൗബ ചെയ്തു. അങ്ങനെ ഒരുപാട് നന്മകൾ ഇത്രയും ദിവസങ്ങൾ നാം ചെയ്തു. ഇനി ഇതുപോലെ ജീവിച്ചിരുന്ന് ചെയ്യാൻ കഴിയുമോ? നമുക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ആ അതിന് ഭാഗ്യം സിദ്ധിക്കാതെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരില്ലേ?
നമ്മുടെ കൂടെ ഓടിച്ചാടി നടന്നു പലതിനും സഹകരിച്ച് ആരോഗ്യത്തോടുകൂടെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ? നോമ്പ് പിടിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ആക്സിഡന്റുകൾക്ക് വിധേയരായി വീടുകളിൽ കഴിച്ചുകൂട്ടുന്നവരില്ലേ? നോമ്പ് പിടിക്കാൻ ഏറെ ആഗ്രഹമുണ്ട്, നന്മകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷേ സാധിക്കാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വീടുകളിൽ ആശുപത്രികളിൽ കഴിച്ചുകൂട്ടുന്നവരില്ലേ? ആ നിലയ്ക്ക് ഞാനും നിങ്ങളും എത്ര ഭാഗ്യമാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾക്ക് വിധേയരായി പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആക്സിഡന്റിന് വിധേയരായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു വെട്ടിക്കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്, അവരുടെ ഓപ്പറേഷൻ അല്ലാഹു വിജയപ്രദമായി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ആലോചനയും ചിന്തയും നമ്മളെ കൂടുതൽ നന്മകളിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ റമദാന്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത്, ഇനി അവശേഷിക്കുന്ന 6 or 7 ദിവസങ്ങൾ എന്ന് പറയുന്നത് റമദാന്റെ കിരീടമാണ്. അതാണ് ഈ നാളുകളെ നാം കാണേണ്ടത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റിന്റെ മഹാപുണ്യം, ഖുർആന്റെ അവതരണം കൊണ്ട് ധന്യമായ രാത്രിയുടെ ശ്രേഷ്ഠത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളാണ് ഈ അവസാനത്തെ 10. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതുപോലെ അവസാനത്തെ 10 ഒറ്റയായി വരുന്ന രാവുകളിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. അവസാനത്തെ 10 പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആ നാളുകളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇനി അവസാനത്തെ 10 ഒറ്റ രാവുകൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണമേ നമ്മുടെ മുമ്പിലുള്ളൂ: 25, 27, 29. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുണ്ട് മുറുക്കി ഉടുത്ത് രാത്രിയെ ജീവസുറ്റതാക്കി ഉറക്കം കുറച്ച് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി ആരാധനകളിൽ ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം നടത്തിയ നാളുകളാണിത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം എത്രത്തോളം അതിനോട് താദാത്മ്യം പ്രാപിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും തിരുത്തുന്നതും നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയുടെ അവസാനം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം കുടുംബക്കാരെ വിളിച്ചുണർത്തിയിട്ട് അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തുമായിരുന്നു എന്നാണ്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ റമദാനിന്റെ അവസാനത്തെ 10 രാവുകളിൽ. എന്നിട്ട് അദ്ദേഹം ഓതി വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, സൂറത്തു താഹയിലെ 132-ാമത്തെ വചനം ഓതുമായിരുന്നു കുടുംബക്കാരെ വിളിച്ചുണർത്തിക്കൊണ്ട്. എന്താണ്? നിന്റെ കുടുംബക്കാരെ നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക, അതിനുവേണ്ടി ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന ആശയം വരുന്ന ഈ വചനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പൊ അത്രയേറെ പ്രവാചകനും അനുചരന്മാരും ഏറെ പ്രാധാന്യവും ശ്രേഷ്ഠതയും നൽകിയതാണ്. എന്തുകൊണ്ടാണ് ഇത്ര ശ്രേഷ്ഠത ഇതിന് നൽകിയത്? ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം നമ്മൾ ഈ റമദാനിന്റെ ആദ്യ ദിവസം മുതൽ തുടങ്ങിയതാണ് വ്രതാനുഷ്ഠാനവും രാത്രി ഉറക്കമൊഴിച്ച് നമസ്കാരവും മറ്റു കാര്യങ്ങളും ഒക്കെ. സ്വാഭാവികമായും അവസാനങ്ങളിലേക്ക് എത്തുമ്പോൾ മനുഷ്യ സഹജമായ തളർച്ചയുടെയും ദൗർബല്യത്തിന്റെയും അവസ്ഥയിലേക്ക് അവൻ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ തളർച്ചയും ദൗർബല്യവും പിടികൂടി അവസാന 10 കഴിച്ചു കൂട്ടരുത്, അതിന് ഇത്രയേറെ ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠതയ്ക്ക് കാരണം ലൈലത്തുൽ ഖദ്റാണ്. ആ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ അവതരിച്ചത് എന്നൊക്കെയുള്ള രൂപത്തിൽ ഇതിന്റെ ശ്രേഷ്ഠത നമുക്ക് വിളിച്ചു പറഞ്ഞു തരികയുമാണ്. തന്നെയുമല്ല, ഇപ്പൊ 3 ദിവസം നമുക്ക് പിന്നിട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചക വചനം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാരണം ഇനി അവശേഷിക്കുന്ന 7 ദിവസം നമ്മൾ കരുതിയിരുന്നാൽ മതി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് എന്തുകൊണ്ടെന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാനിലെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു അത്രേ, ഫഇൻ ലഹഫ അഹദുക്കും
ഔ അജസ ഫലാ യുഗ്ലബന്ന ഫിൽ അശ്റിൽ അല സബഇൽ ബവാഖി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. എന്തൊരു സമാധാനം ഉണ്ടാ പറയുന്നതെന്ന് അറിയുമോ? റമദാനിലെ അവസാനത്തെ 10 ആദ്യത്തെ 1, 2, 3 ദിവസങ്ങൾ ദുർബലത നിമിത്തമോ ദൗർബല്യ നിമിത്തമോ അശക്തി നിമിത്തമോ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്ന് വെക്കുക. എന്നാൽ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇനി അവശേഷിക്കുന്ന 7 ദിവസങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും ഒരു വലിയ പ്രതീക്ഷ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്. കാരണം 3 കഴിഞ്ഞു പോയി. ഇനി അവശേഷിക്കുന്ന 7 ദിവസം നഷ്ടപ്പെടാതെ ജാഗ്രതയോടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് ഉണർത്തിയിട്ടുള്ളത്. നാം ഈ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതെല്ലാം അള്ളാഹു പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ നമുക്ക് മനുഷ്യ സഹജമായി വന്നു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അതെല്ലാം വിട്ട് മാപ്പാക്കി പൂർണ്ണമായും സ്വീകരിച്ച് പരിപൂർണ പ്രതിഫലം നൽകി റയ്യാൻ എന്ന കവാടം സമ്മാനമായി നൽകുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഈ 23 ദിവസം എത്തി നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കുന്നതും ചിന്തിക്കുന്നതും നന്നായി. പരിശുദ്ധ റമദാൻ ആസന്നമായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ആദ്യത്തെ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, നന്മ കാക്ഷിക്കുന്നവനെ മുന്നോട്ട് വരിക, തിന്മ കൊതിക്കുന്നവനെ അതിൽ നിന്നും വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രാത്രിയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുണ്ട് റമദാനിൽ. ഓരോ രാത്രിയിലും കഴിഞ്ഞ 22 രാത്രികളിൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ഒരുപാട് പേര് നരകത്തിൽ നിന്ന് വിമോചിതരായിട്ടുണ്ടാകും. ആ ലിസ്റ്റിൽ ഞാനും നിങ്ങളും ഉണ്ടാകുന്നു. അള്ളാഹു ആ ലിസ്റ്റിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാം ഒരു പരിശോധന എന്ന് പറഞ്ഞതുപോലെ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊരു പരിശോധന. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ നാം ചെയ്ത നന്മകളും നാം ചെയ്ത തിന്മകളും എല്ലാം അവിടെ ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ട് തിന്മകളുടെ ആധിക്യം ഇങ്ങനെ കാണുമ്പോൾ കൊതിച്ചു പോകും, ഞാനും ആ തിന്മയും തമ്മിൽ ബഹുദൂരം അകന്നിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും കൊതിച്ചു പോകുന്ന ദിവസമാണ്. ആ ദിവസത്തേക്ക് വേണ്ടി എന്തുണ്ട് നമുക്ക് സൂക്ഷിച്ചു കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം എമ്പാടും വർഷിക്കുന്ന മാസമാണിത്. അള്ളാഹു പറഞ്ഞു നമ്മളോട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടണ്ട. കാരണം ഫഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു എന്ന് നിരാശപ്പെടേണ്ട, പ്രതീക്ഷയോടെ നീങ്ങിക്കോളൂ, ഇത് കാരുണ്യത്തിന്റെ നാളുകളാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ട് എത്രമാത്രം അള്ളാഹുവിന്റെ റഹ്മത്തുമായി നാം അടുത്തു. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത ഒരു താക്കീതുണ്ട്, ഇന്നമ ശഖിയ്യു മൻ ഹറമ റഹ്മത്തല്ലാഹി അസ്സ വജൽ. പരിശുദ്ധ റമദാനിൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് നിഷിദ്ധമാക്കപ്പെടുന്നവനാരോ അവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. ഇത്രയും നല്ല നാളുകൾ കയ്യിൽ കിട്ടിയിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ഒരംശമെങ്കിലും ആർജിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ കഴിയാതെ പരമ ദൗർഭാഗ്യവനായി പോകുന്നവൻ എത്ര ദൗർഭാഗ്യവാനായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. ആ ഗണത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ ഇത് പാപമോചനത്തിന്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുന്നറിയിപ്പുണ്ട്, റഹിമാൻ ഫുറജിലിൻ ദഖല അലൈഹി റമദാൻ സുമ്മ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. ഒരു മനുഷ്യന് നാശം, റഹിമാൻ ഫുറജിലിൻ, ഒരു മനുഷ്യന് നാശം. ആരാണവൻ?
ദഖല അലൈഹി റമളാൻ, അവനിലേക്ക് റമളാൻ പ്രവേശിച്ചു. സുമ്മൻ സലഹ, ആ റമളാൻ വന്നതുപോലെ അങ്ങ് തീർന്നു. ഖബല യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് റമളാൻ അങ്ങ് കഴിഞ്ഞുപോയി. 23 ദിവസം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പാപങ്ങൾ പൊറുക്കപ്പെട്ടുവോ? പൊറുക്കപ്പെടാൻ ആവശ്യപ്പെട്ടുവോ? അതല്ല, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞ സംഭവം നാം കേൾക്കാറുള്ളതാ. എന്താണ് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്? ഒരു അത്ഭുതകരമായ നിലയിൽ, അല്ലെങ്കിൽ ആശ്ചര്യകരമായ നിലയിൽ എന്തുകൊണ്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് എന്റെ അടുക്കൽ വന്നിട്ട് 3 വിഭാഗം ആൾക്കാരെ കൂടി കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞപ്പോൾ ഞാനും കൂടെ ആമീൻ എന്ന് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ആമീൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആമീൻ, ഞാനും നിങ്ങളും അശ്രദ്ധമായ അലസതയോടെ ഉരുവിടുന്ന ആമീനല്ലോ. ഓർത്തിരുന്നോളൂ, എന്താണ് പ്രവാചകൻ 3 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത്? ആ 3 വിഭാഗത്തിൽ നമ്മളുണ്ടോ എന്ന ഒരു പരിശോധനയും നല്ലതാണ്. ആരാണ് ഒന്നാമത്തെ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്റക റഹിമ അൻഫു അബ്ദിൻ അദ്റക അബവൈഹി ഔ അഹദുഹുമാ ലം യദ്ഖുലിൽ ജന്ന. മാതാപിതാക്കളിൽ 2 ആളുമോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാളോ വാർദ്ധക്യത്തിൽ തന്റെ ഒപ്പം ഉണ്ടായിട്ട് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം സിദ്ധിക്കാത്തവന് നാശം എന്ന് പറഞ്ഞപ്പോഴാണ് ആമീൻ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, റമളാനിലാണ് നമ്മുടെ ഉപ്പമാരോടും ഉമ്മമാരോടും എന്താണ് നമ്മുടെ മനോഭാവം? വയസ്സായി കഴിഞ്ഞപ്പോൾ അവരെ നമുക്ക് വേണ്ടാതായോ? അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ? ചെയ്തു കൊടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ നോമ്പനുഷ്ഠിച്ച്, ഞാൻ രാത്രി നമസ്കരിച്ച്, ഞാൻ എഴുത്തിക്കാൻ പിരിഞ്ഞ്, ഞാൻ സക്കാത്ത് കൊടുത്ത്, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്ത്, ഒരുപാട് നന്മകൾ ചെയ്ത് ഞാൻ ഇങ്ങനെ എല്ലാമായി എന്ന് വിചാരിച്ച് നടക്കുകയും എന്റെ ഉപ്പയോടും ഉമ്മയോടും ചെയ്യേണ്ട ബാധ്യതകൾ യഥാവിധി നിറവേറ്റാതിരിക്കുകയും ചെയ്താൽ ഈ ആമീന്റെ പരിധിയിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട് എന്ന ബോധം ഉണ്ടാവുക, തിരുത്തുക, തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുക. മാതാപിതാക്കളോട് ശണ്ട കൂടി നിൽക്കരുതേ, ഒരിക്കലും നിൽക്കരുതേ. ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഹിമ അൻഫു അബ്ദിൻ ദഖല അലൈഹി റമളാൻ ലം യുഗ്ഫർ ലഹു. റമളാൻ പ്രവേശിച്ചിട്ട് അതിന്റെ പുണ്യം നേടിയെടുത്ത് അതിലൂടെ പാപമോചനത്തിന് അർഹനാകാൻ കഴിയാത്ത മനുഷ്യന് നാശം എന്ന് പറഞ്ഞ് ജിബ്രീൽ ആമീൻ എന്ന് പറഞ്ഞു, ഞാനും ആമീൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരിൽ പെട്ടാൽ നമ്മളുടെ ഗതി എന്താകും? മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ റഹിമ അൻഫും ദിൻ. ഒരു മനുഷ്യന്റെ നാശം. ആരാണവൻ? ദുഖിർതു ഇൻദഹു, അവന്റെ അടുക്കൽ വെച്ച് എന്റെ പേര് പറയപ്പെട്ടു, എന്നിട്ട് ഫലം യുസല്ലി അലയ്യ, അവൻ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല, അവന് നാശം. എത്രയോ സഹോദരീ സഹോദരന്മാരെ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നാം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതെന്തൊരു പോരായികയാണെന്ന് വിചാരിച്ച് വിട്ടുകളയുകയാണോ? മൂന്നാമത്തെ ആമീൻ അതിനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ട് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവർക്ക് നാശമാണെന്നാണ് പറഞ്ഞത്. ഈ 3 നാശം എന്ന് പറഞ്ഞവരുടെ ഗണത്തിൽ ഞാനും നിങ്ങളും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത് ദാനധർമ്മങ്ങളുടെ നാളുകളാണെന്ന് നമുക്കറിയാം. ഒരുപാട് നാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇനിയും നമുക്ക് ചെയ്യേണ്ടതുണ്ട് പലതിനും. സക്കാത്ത് കൊടുത്തോ, കണക്ക് നോക്കി വീട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നാം ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വേഗം ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും നാം ധർമ്മം ചെയ്യുന്നതോടുകൂടി ഒന്നും ചുരുങ്ങിപ്പോവില്ല എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ നാം പിശാച് നമ്മുടെ മനസ്സിൽ, മുമ്പൊരിക്കൽ ഞാൻ ഉണർത്തിയതുപോലെ പിശാച് വന്ന് നമ്മുടെ മനസ്സിൽ വന്നിട്ട് ധർമ്മത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും
നീ ഇപ്പൊ ചെയ്യണോ അത്? നീ ദാരിദ്ര്യത്തിലാവൂലേ, പട്ടിണിയിലാവൂലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കച്ചവടം മോശമാണ്, വളരെ പ്രയാസമാണ്, ഗ്യാസ് പോലും കിട്ടാനില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് ഉദ്ദേശിച്ചത് പോലും എടുത്തത് പോലും ഇടാതെ പോക്കറ്റിലേക്ക് തിരിച്ചു വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ എത്തുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം. കാരണം അള്ളാന്റെ റസൂലിന്റെ പ്രവചനമാണ്, ഒരു ധർമ്മവും ഒരു ധനത്തെയും ഇന്നേ വരെ ചുരുക്കിയിട്ടില്ല, ചുരുക്കുകയുമില്ല, അത് വർദ്ധിക്കുകയേ ഉള്ളൂ. ആലോചിക്കണം, ചിന്തിക്കണം. എത്രയോ നമ്മൾ ചെയ്തിട്ടുണ്ടാകും ഈ റമദാനിൽ, ഒരു സംശയമില്ല. അള്ളാഹു അത് പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെയുമല്ല, ഈ ദാനധർമ്മം മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ അർപ്പിച്ച് ചെയ്യുന്ന ദാനധർമ്മം ഉണ്ടല്ലോ, നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ മിറാക്കിളുകൾ ഉണ്ടാക്കുന്നത് ഒരു സംശയവും വേണ്ട. ഒരു സംഭവം, ജീവിതം എന്നെ പഠിപ്പിച്ച കഥകൾ എന്ന ഗ്രന്ഥത്തിൽ മുഹ്സിൻ ജബ്ബാർ എന്ന് പറയുന്ന ഒരു അറബി എഴുത്തുകാരൻ എഴുതുന്ന ഒരു സംഭവമുണ്ട്. അത്ഭുത കഥയാണ്, അത്ഭുത സംഭവമാണ്, അത്ഭുതമാണത്, നടന്ന കഥയാണ്, വെറുതെ പറഞ്ഞതല്ല. ഒരു സ്ത്രീ, റിയാദിലാണ് ഈ സംഭവം, റിയാദിനടുത്ത ഒരു പ്രദേശത്ത് താമസക്കാരിയായ ഒരു സ്ത്രീ, നല്ല മതബോധമുള്ള, സൽസ്വഭാവമുള്ള, പടച്ചവനെ ഭയമുള്ള നല്ല ഒരു സ്ത്രീ. പക്ഷേ മാരകമായ ഒരു രോഗത്തിന് ആ സ്ത്രീ വിധേയയായി, ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിന് അടിമയായി അവർ വിഷമിക്കുകയാണ്. അവരെ സഹായിക്കാൻ ആരെങ്കിലും വേണം, പരിചരിക്കാൻ. സാമ്പത്തികമായ സഹായമല്ല, പരിചരണം ആവശ്യമുണ്ട്. അങ്ങനെ ആളെ തേടി അവർക്ക് ഇന്തോനേഷ്യയിൽ നിന്നൊരു സാധുവായ സ്ത്രീയെ സഹായത്തിന് പരിചാരികയായി ലഭിച്ചു. അങ്ങനെ രണ്ടാളും കൂടി ഇങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ ഈ പരിചാരിക മിക്ക ദിവസങ്ങളിലും ടോയ്ലറ്റിൽ പോയാൽ ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ. ഇത് ഈ ബ്ലഡ് ക്യാൻസർ രോഗിയായ ആ സ്ത്രീയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇതെന്താണെന്നൊന്ന് അറിയണമെന്ന് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം അതുപോലെ പോയി, വൈകി വന്നപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ വൈകുന്നത്? അതിനൊരു പൊട്ടിക്കരച്ചിലായിരുന്നു ആ സ്ത്രീയോട് മറുപടി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാനിത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ചോദിച്ചതുകൊണ്ടും എന്നെ സംശയിച്ചതുകൊണ്ടും ഞാനിനി അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു വിശദീകരിച്ചു കൊടുക്കുന്നു ആ സംഭവം. മറ്റൊന്നുമല്ല, ഞാൻ 20 ദിവസം മുമ്പാണ് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചത്. ഇന്തോനേഷ്യയിലാണ് പ്രസവിച്ചത്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് 20 ദിവസം പിന്നിട്ടപ്പോൾ ഇങ്ങനെ ഒരു ജോലിക്ക് ആവശ്യമുണ്ട ഒരു സ്ത്രീയെ വേണം എന്നുള്ള അറിയിപ്പ് കണ്ടു. ഞാൻ അപേക്ഷിച്ചു, എനിക്ക് ഈ ജോലി കിട്ടി. 20 മാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അവരെ ഞാൻ എൻ്റെ വീട്ടിലേൽപ്പിച്ച് എൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസവും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട മുലപ്പാല് എൻ്റെ മാറിടത്തിൽ വന്ന് കുന്നുകൂടിയിട്ട് സഹിക്ക വയ്യാതെ വരുമ്പോഴാണ് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി ആ പാല് മുഴുവൻ പുറത്ത് കളയുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വൈകി വരുന്നത് എന്ന് വളരെ വളരെ പ്രയാസത്തോടു കൂടി ആ സ്ത്രീ ഈ ബ്ലഡ് ക്യാൻസർ രോഗിയായ ഉടമസ്ഥയോ യജമാനത്തിനോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ആ ക്യാൻസർ രോഗിയായ സ്ത്രീ ആലോചിച്ചു, ഈ സ്ത്രീയെ ഞാൻ ഇവിടെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല. കാരണം അവർക്ക് 20 ദിവസം പ്രായമുള്ള കുഞ്ഞാണ്. അതിന് പാല് കൊടുക്കേണ്ട പ്രായമാണ്. പാല് കൊടുക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു ആ സ്ത്രീയെ ആ വേലക്കാരിയെ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. 2 വർഷക്കാലം നീ ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് എന്ത് ശമ്പളമാണോ കിട്ടേണ്ടത് അത് മുൻകൂറായി ഞാൻ നിനക്ക് തന്നേക്കാം. നീ പൊയ്ക്കോ നിന്റെ നാട്ടിലേക്ക്. പോയാ മോന് അമ്മിഞ്ഞപ്പാല് കൊടുക്ക്, അതിന് മുലപ്പാല് കൊടുത്ത് വളർത്ത്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്ക് ഇനിയും എൻ്റെ അടുക്കലേക്ക് വരാം. ഒന്നുകിൽ ആ കുഞ്ഞിനെയും കൊണ്ടുവരാം, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് വീണ്ടും നിനക്ക് എന്നെ പരിചരിക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി നല്ല ശമ്പളവും കൊടുത്ത്, നല്ല സദഖ ധർമ്മമാണ് കൊടുക്കുന്നത്, കൊടുത്തുകൊണ്ട് ആ സ്ത്രീയെ പറഞ്ഞയച്ചു. അവർ പോയി. ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം, ഇതാണ് ഞാൻ പറഞ്ഞ മിറാക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയില്ല, ഇത് നടന്ന ഒരു സംഭവമാണിത്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ അടുക്കൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. വിസിറ്റിങ്ങിന് വീണ്ടും
റിവ്യൂവിനുള്ള അപ്പോയിന്റ്മെന്റ്. ഒരു ക്യാൻസർ രോഗിയാണ്, ബ്ലഡ് ക്യാൻസർ രോഗിയാണ്. അവിടെ ചെന്നു. ഡോക്ടർ തിരിച്ചും മറിച്ചും പരിശോധനകളുടെ പരിശോധന. എന്ത് ചെയ്തിട്ടും ക്യാൻസറിന്റെ അംശം ഈ സ്ത്രീയിൽ കാണുന്നില്ല. 0% കാണിക്കുന്നത്. പല ഡോക്ടർമാരും ചിലപ്പോൾ ഈ വേദിയിൽ ഉണ്ടാകും. അത്യത്ഭുതകരമല്ലേ എന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് ആ സ്ത്രീ ഈ ഡോക്ടർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, വൈദ്യശാസ്ത്രത്തിൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നൽകിയ മറുപടി, രോഗത്തിനുള്ള ധർമ്മം കൊടുക്കാൻ എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ ഡോക്ടറോട് മറുപടി പറഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. ഒരു മാറാരോഗം പോലും ആ സ്ത്രീയുടെ നിയ്യത്തിന്റെയും ഇഖ്ലാസിന്റെയും ധർമ്മത്തിന്റെയും നിഷ്കളങ്കതയുടെ അങ്ങേയറ്റം നിമിത്തം ആരും അറിയാതെ പടച്ചതമ്പുരാൻ മാറ്റിക്കൊടുത്തുവെങ്കിൽ രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന നമുക്കൊക്കെ എത്ര മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഇതൊക്കെയാണ് നാം കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെങ്കിൽ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. ധർമ്മം ഒരിക്കലും സദക്ക അസ്ഥാനത്താവുകയില്ല. ഇഹത്തിലും പരത്തിലും എപ്പോഴെങ്കിലും അതിന്റെ ഗുണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു വേള ഞാനും നിങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന ഈ നല്ല അവസ്ഥയുണ്ടല്ലോ, ഈ നല്ല അവസരമുണ്ടല്ലോ പ്രിയമുള്ളവരെ, നല്ല ജീവിതം എന്ന് തന്നെ പറയട്ടെ, ഒട്ടും മോശമല്ലാത്ത ജീവിതം. എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ പൂർവികന്മാർ അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ എത്ര വലുതായിരിക്കുമെന്ന് ആലോചിച്ചു നോക്ക്. അന്നവർ മനം മുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, റബ്ബേ എന്റെ മക്കള്, എന്റെ പേരക്കിടാങ്ങള് ഈ ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റബ്ബേ എന്ന പ്രാർത്ഥനയുടെ പരിണിതഫലമായിരിക്കാം പ്രിയമുള്ളവരെ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ അവസ്ഥ. മറക്കരുത് ഇത്. അപ്പൊ നമ്മൾ ചെയ്യുക, അപ്പൊ അത് ബാക്കിയുള്ളവർക്ക്, പിന്നെ വരുന്നവർക്ക് അത് ഗുണകരമായി തീരും. അക്കാര്യത്തിൽ ഒരലസതയും മടിയും നാം കാണിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ സദഖകളും നാം നൽകിയ സക്കാത്തും പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ട കാര്യം ഖുർആനുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ഇതൊക്കെ നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനായിട്ടും എന്റെയും നിങ്ങളുടെയും വീടുകൾ ഖബറുകളായിരുന്നുവോ, ഖബറിടങ്ങളായിരുന്നുവോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ ഖബറുകളാണെന്നാണ്, ഖബർസ്ഥാനുകളാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയാണോ ഈ റമദാനിലെ നമ്മുടെ വീടുകൾ? അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതാൻ കിട്ടുന്ന സമയമൊക്കെ നമ്മൾ മൊബൈലിനകത്ത് കളിച്ച് കളയുകയായിരുന്നുവോ? ഈ റമദാനിലും വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് തോണ്ടിയും മാന്തിയും സമയം കളയുന്ന നേരമുണ്ടായിരുന്നുവെങ്കിൽ ഒരു പേജ് ഖുർആൻ ഓതാമായിരുന്നു എന്ന് പരലോകത്ത് ചിന്തിക്കുന്ന ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രിയമുള്ളവരെ ഖുർആനുമായിട്ടുള്ള ബന്ധം, അതുപോലെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കണം. അള്ളാഹു പറഞ്ഞു, അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി വതഹറകത് ബിഹി ശഫതാഹു. എന്നെ ഓർത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ രണ്ട് ചുണ്ടുകൾ, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചുണ്ടുകൊണ്ട് പറയുമ്പോൾ ആ ചുണ്ടുകൾ ചലിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാകും എന്നാണ് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. വേണ്ടേ അള്ളാഹു നമ്മുടെ അടുക്കൽ? വേണ്ടേ അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക്? ചിലപ്പോൾ ഒരുപാട് ഇരുന്ന് ഖുർആൻ ഓതാനൊന്നും കഴിയാത്ത പ്രായവും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കുണ്ടാകാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ കിടന്നുകൊണ്ട് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ചുണ്ടൊന്ന് ചലിപ്പിക്കാൻ അവസാന നിമിഷം വരെയും നാം ശ്രമിക്കണം. അവിടെ അള്ളാഹു ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആ സ്ഥലത്ത് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതിനൊക്കെ നാം അർഹരാണോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കണം. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്ന രംഗത്ത് നേരത്തെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമസ്കരിച്ചും നോമ്പ് പിടിച്ചും സക്കാത്ത് കൊടുത്തും ഹജ്ജ് ചെയ്തും അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോഴും
ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു നിൽക്കുന്നവർ, അങ്ങനെ എത്രയോ പേര് വിഷമത്തോടു കൂടി വന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ധന്യമായ റമദാനിലും. എന്തിനാണ് പ്രിയമുള്ളവരെ ഈ റമദാൻ നമുക്ക് നൽകിയത്? നന്നാകാനോ നന്നാകാതിരിക്കാനോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നന്നാകാനാണെങ്കിൽ മറുപടി നാം ജീവിതത്തിലൂടെ നൽകണം, വാക്കിലൂടെയല്ല. അങ്ങനെ നന്നാക്കേണ്ട ബന്ധങ്ങൾ നന്നാക്കിക്കൊണ്ട്, ചേർത്ത് പിടിക്കേണ്ടവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, അള്ളാഹുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ റമദാൻ അവസാനിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ നോമ്പുകാരനും വിശ്വാസിയുമായി തീരുക എന്ന ബോധം നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല നോമ്പുകാരും നല്ല സൽക്കർമ്മകാരികളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോരാ. ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണം. ഇനിയുള്ള നാളുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പറയേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, അല്ലെങ്കിൽ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇതുപോലുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന ബേജാറ് നമുക്കുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നാം ഉരുവിട്ടുകൊണ്ടേയിരിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ വചനം, വല്ലദീന യുതൂന മാ ആതവ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന വചനം മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ദാനം ചെയ്യേണ്ടതെല്ലാം ദാനം ചെയ്യുകയും എന്നിട്ട് പോലും ഹൃദയം ഭയന്ന് വിറയ്ക്കുകയും ഞങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തേണ്ടവരാണല്ലോ എന്ന ബോധത്തോടു കൂടി പേടിച്ചു വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ ഈ വചനത്തിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, റസൂലിനോട് സഹധർമ്മിണി ചോദിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മനുഷ്യൻ, ഈ പേടിക്കുന്ന മനുഷ്യൻ, അവൻ വ്യഭിചരിക്കുന്നവനായിരുന്നുവോ, മോഷ്ടിക്കുന്നവനായിരുന്നുവോ, കള്ള് കുടിക്കുന്നവനായിരുന്നുവോ, എല്ലാ നന്മകൾ ചെയ്തുകൊണ്ട് വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ആ രൂപത്തിലുള്ള ആളായതുകൊണ്ടാണോ ഈ ഭയം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിന്ത അബൂബക്കർ, അബൂബക്കറിന്റെ മോളെ അല്ല, ലാകിന്നഹു റജുലു യസൂമു വയസല്ലി വയതസദ്ദഖു. ഈ മനുഷ്യൻ നമസ്കരിക്കുന്നു, ഈ മനുഷ്യൻ നോമ്പ് പിടിക്കുന്നു, ഈ മനുഷ്യൻ ദാനധർമ്മം ചെയ്യുന്നു, പക്ഷേ ഈ ചെയ്തതൊക്കെ അവനിൽ നിന്ന് സ്വീകരിച്ചില്ലേ എന്നുള്ള പേടി, അതാണ് അവന്റെ ഹൃദയം അങ്ങനെ ഭയവിഹ്വലമായി മാറുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഈ ഭയപ്പാട് നാം ഒരു നന്മ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആരുടെയെങ്കിലും മനസ്സിലൂടെ എപ്പോഴെങ്കിലും ഒരു കൊള്ളിമീൻ പോലെയെങ്കിലും പോയിട്ടുണ്ടോ? മിന്നൽ പിണർ പോലെയെങ്കിലും? എന്താണ് എന്റെയും നിങ്ങളുടെയൊക്കെ ഭാവം? ഞാൻ ചെയ്തു, ഞാൻ സക്കാത്ത് കൊടുത്തു, ഞാൻ ദാനധർമ്മം ചെയ്തു, ഞാൻ ഓതി, ഞാൻ നോമ്പ് പിടിച്ചു, ഞാൻ രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിസ്കരിച്ചു, ചെയ്തു, ഇനിങ്ങോട്ട് താ കൂലി. ഇതല്ലേ എന്റെയും നിങ്ങളുടെയും ഭാവം? പോരാ പ്രിയമുള്ളവരെ, ഈ ഭയപ്പാട് വേണം. ചെയ്തത് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ? സ്വീകരിക്കാൻ വേണ്ടി അങ്ങേയറ്റം അള്ളാഹുവിനോട് താണുകയാണ്, അപേക്ഷിക്കണം. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒന്നുകൂടി നാം ഓർക്കുക, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂലുഹുലത്തിന്റെ കുത്തേറ്റ് മരണശയ്യയിൽ കിടക്കുന്നു. അദ്ദേഹത്തെ കാണുവാൻ ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാരും പ്രായമുള്ളവരുമായി കുറെ ആളുകൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു,
അല്ലയോ ഉമറേ, അമീറുൽ മുഅ്മിനീൻ, അങ്ങെത്ര ഭാഗ്യവാനാണ്, അങ്ങെത്ര ഭാഗ്യവാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ? 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അങ്ങക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിക്കാൻ കഴിഞ്ഞു, സഹാബിയായി. 2, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ ഒരാളായി. 3, പ്രവാചകന്റെ കാലശേഷം അബൂബക്കറിന്റെ കാലശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു, ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയായി മാറി. ഇപ്പോഴിതാ കുത്തേറ്റ് രക്തസാക്ഷിയാകാൻ പോകുന്നു. ഇതിലും വലിയ സൗഭാഗ്യം ഇനി എന്താണ് അങ്ങക്ക് കിട്ടാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മറുപടി ഉണ്ട്, പ്രിയമുള്ളവരെ. കൂലി കിട്ടിയില്ലെങ്കിലും തെറ്റുകൾ ചെയ്തതിന്റെ ശിക്ഷ, പാപത്തിന്റെ പേരിലുള്ള ശിക്ഷ എനിക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതായിരുന്നു മുൻഗാമികൾ. ഞാൻ ഈ സംഭവം ഓർമ്മിപ്പിച്ചത് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഈ നല്ല നാളുകളാണ് കൊഴിഞ്ഞു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ നല്ല നാളുകളെ നമുക്ക് അനുകൂല സാക്ഷിയായി തീരുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ അവസാനമായി ഒരു കാര്യം ഉണർത്താനുള്ളത്, റമദാൻ വിട പറയുമ്പോൾ നമുക്ക് ഏറ്റവും നിർബന്ധമായി തീരുന്ന ഒന്നാണ് ഫിത്ർ, സക്കാത്ത്. വിശദീകരിക്കുന്നില്ല, ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സക്കാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ഫിത്ർ നോമ്പിന്റെ സക്കാത്താണ്, ഒരിക്കലും ധനത്തിന്റെ സക്കാത്തല്ല. അത് കൊടുത്താലേ നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. 2 ലക്ഷ്യമാണ് സക്കാത്തുൽ ഫിത്റിനുള്ളത്. ഒന്ന് തുഹറത്തുൽ ലിസ്സായിം, 2 വതുഅമത്തുൽ ലിൽ മസാകിൻ. നോമ്പുകാരന്റെ നോമ്പിൽ വന്നു പോകുന്ന ലഗ്വിൽ നിന്ന് സുരക്ഷിതത്വം, ശുദ്ധീകരണം. 2ാമത്തത് പാവങ്ങൾക്ക് ആഹാരം. പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് വീട്ടിയിരിക്കണം. അതിന് കഴിവുള്ള എല്ലാവരും, അതിന് കോടീശ്വരനോ ലക്ഷപ്രഭോ ഒന്നും ആകേണ്ടതില്ല. പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിച്ച് ബാക്കി വെക്കാൻ കഴിയുന്നവരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അത് നമുക്കറിയാം. നമ്മുടെ പ്രധാന ഭക്ഷണം ആഹാരമായ അരിയുടെ ഒരു ഇതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ടാകും. അത് കളക്ട് ചെയ്ത് പിന്നെ ശേഖരിച്ച് പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപമാണ് അവിടെയും ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ 140 രൂപയാണ് ഒരു വ്യക്തിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് 140 രൂപ വീതം നൽകണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അത് ചെയ്യാതെ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോകരുത് എന്നുള്ള കാര്യം കൂടി ഉണർത്തുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച ആവുകയും ഇനി അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളെങ്ങാണം വരികയും ചെയ്താൽ എന്നുള്ള നിലയിൽ, അല്ലാതെ പുല്ലേപ്പടി പള്ളിയിൽ പെരുന്നാൾ പ്രഖ്യാപിച്ച് നാളെ വർത്താനം ഉണ്ടാകാൻ പാടില്ല. അടിവര ഇട്ടുകൊണ്ട് ഞാൻ പറയുക. കാരണം അങ്ങനെയാണ് ഇന്നത്തെ കാലം. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അങ്ങനെ ആയാൽ ഈദ്ഗാഹുകൾ ഉണ്ടാകും. നമ്മുടെ പിന്നെ ഇവിടെ സ്റ്റേഡിയത്തിലുള്ള ഈദ്ഗാഹ് 7:15 അങ്ങനെ നിങ്ങളുടെ ഒക്കെ പ്രദേശങ്ങളിൽ ഉണ്ടാകും. ആ ഈദ്ഗാഹിലേക്കാണ് നമ്മൾ നമസ്കരിക്കാൻ പോകേണ്ടത്. നമ്മളുടെ കുടുംബക്കാരെയും നമ്മുടെ കുട്ടികളെയും ഭാര്യയൊക്കെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോയി ആ സന്തോഷത്തിൽ പങ്കെടുക്കുക. അങ്ങനെയെല്ലാം നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ നന്മകളും ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബക്കാർ, അടുത്ത ബന്ധുക്കൾ, ഉറ്റമിത്രങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരന്മാർ, അയൽപക്കക്കാർ, ഗുരുനാഥന്മാർ, അങ്ങനെ പലരും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്നും ലോകം ഒന്നടങ്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ യുദ്ധത്തിന്റെ ഗഡിയിൽ നിന്ന് എത്രയും വേഗം മുക്തരാകാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ കെടുതി ഏറ്റവും
നമ്മുടെ വീടകങ്ങളിലേക്കും നമ്മുടെ ഹോട്ടലുകളുടെ അകങ്ങളിലേക്കും എത്തി വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാർത്ഥമായി നാം എല്ലാവരും പ്രാർത്ഥിക്കുക, ആ കെടുതിയിൽ നിന്ന് എത്രയും വേഗം മുക്തരാകാനുള്ള സാഹചര്യം റഹ്മാനായ റബ്ബ് ഒരുക്കി നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നാം ഈ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം, ഈ കോംപ്ലക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു വേണ്ടി അധ്വാനിച്ച മുൻഗാമികളായ പലരുമുണ്ട്. നമ്മുടെ കിക്കി സേട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട പലരും, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, പരലോകം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്ത പലരും ഈ വേദിയിൽ തന്നെയുണ്ട്. നമുക്ക് ഈ പല സംഗതികളും ഈ പള്ളിയുടെ ഇതിനു വേണ്ടി എത്തുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു കൂടുതൽ ബർക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിനു വേണ്ടി അധ്വാനിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ അബ്ദുള്ള ഹാജി അഹമ്മദ് സേട്ട്, അസീസേട്ട് പോലെയുള്ള മുൻഗാമികൾ, ഇവരൊക്കെ ഇവിടെ ഞാൻ വന്ന കാലം മുതൽ അറിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ പരലോകം ഏറ്റവും സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിലെത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഇതിന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി, മിക്കവാറും ഇത് അവസാനത്തെ വെള്ളിയാഴ്ച ആണെങ്കിൽ ഇന്നത്തെ ഈ റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ കളക്ഷൻ ആണെന്ന് കഴിവിന്റെ പരമാവധി എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. നമ്മളുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല സന്താനങ്ങളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള തൗഫീഖും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر جيوش المسلمين، اللهم انصر جيوش المسلمين، اللهم انصر جيوش المسلمين. اللهم دمر أعداءك وأعداء الدين يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أصلح أمور نسائنا يا رب العالمين. اللهم أصلح أمور شبابنا يا رب العالمين. اللهم أصلح أمور طلابنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعيننا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.